സുധാമണി സൂപ്പറ, സുധാമണി സുധാമണി സൂപ്പറ. മര്യാദക്ക് അതിങ്ങ് തിരിച്ചു തരുന്നതാ നല്ലത്. എന്നാ പിള്ളേച്ചാ, എന്നാ പ്രശ്നം? നിന്റെ മോ കട്ടെടുത്ത എന്റെ കൊട ഇങ്ങ് തിരിച്ചു തരാനാ പറഞ്ഞത്. കൊടയോ? ഇവരെന്തിനാ അതെടുക്കുന്നേ? ആ ചോദിച്ചു നോക്ക്. മോനെ, നീ അങ്കിളുടെ കൊട കണ്ടിനാ? ഇല്ല. ചൂരലെടുത്ത് 2 എണ്ണം കൊടുത്താൽ ഇവൻ മോണി മോണി പോലെ സത്യം പറയും. ഇവനെ കൊണ്ട് സത്യം പറയിക്കണെങ്കിലേ എനിക്ക് ചൂരലെടുക്കേണ്ട കാര്യമില്ല പിള്ളേച്ചാ. എന്നോടും കള്ളാൻ പറയേ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൊട മോഷ്ടിച്ചത് ഇവനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ആ സാരമില്ല, നിന്നെ എനിക്ക് പുറത്തു വെച്ച് കിട്ടും. അപ്പ ഞാൻ കാണിച്ചു തരാം കുരുത്തം കേട്ടവന്. മോനിങ് വാ. നീ അതപ്പോ ശരിക്കും കട്ടോണ്ട് വന്നിനാ? കട്ടെടുത്തല്ല അമ്മ, ഒളിപ്പിച്ചു വെച്ചതാ. എന്തിന്? അയാൾ ഈ കോട വെച്ചിട്ടാ കീർത്തിനെ തല്ലുന്നേ. അവള് നല്ല കരച്ചിലായിരുന്നു, അതുകൊണ്ടാ ഞാൻ അടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. എന്റെ പൊന്നു മോൻ. എന്നാലും മോനതെടുത്ത് ഒളിപ്പിച്ചു വെക്കണ്ടേനു. സാരമില്ല, നമുക്ക് മാർത്താണ്ഡ മാമനോട് പറയാം ഇനി കൊട വെച്ചിട്ട് കീർത്തനെ അടിക്കണ്ടാന്ന്. എന്റെ പൊന്നു മോൻ. എന്റെ വീട്ടുകാരോട് നമ്മൾ എന്ത് മറുപടി പറയും? ഓരെല്ലാം നമ്മളെ പറ്റി എന്നാ വിചാരിച്ചിട്ടുണ്ടാവുക? ആന്റി അതൊന്നും ഓർക്കണ്ട. സാഗറിന്റെ കാര്യം എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? പോലീസുകാർ ആരോപിക്കുന്നത് നിസ്സാരപ്പെട്ട കുറ്റമല്ല. അവര് പറയുന്നത് അവൻ SSLCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയെന്നാ. സാഗർ അങ്ങനെയൊന്നും ചെയ്യൂല ബാലു. നീ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയല്ലേ. അവന്റെ കയ്യിലിരിപ്പും കൂട്ടുകെട്ടും അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ആന്റി, എന്റെ പപ്പയ്ക്ക് ഒത്തിരി നല്ല അഡ്വക്കേറ്റ്സിനെ അറിയാം. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ടി വരൂല മോളെ. എന്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെയല്ല ഓനെ ഞാൻ വളർത്തി. തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം. പോലീസുകാർ പറഞ്ഞ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കാരണമല്ലേ എൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞത്. അമ്മയ്ക്ക് സങ്കടവും ഹണക്കേടും എല്ലാം അനുഭവിക്കേണ്ടി വന്നത്. അതിനെന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കും. പക്ഷെ എനിക്ക് ഈ കേസിൽ യാതൊരു പങ്കുമില്ല. എൻ്റെ അമ്മയാണേ സത്യം. സാഗർ, നീ തെറ്റുകാരനല്ലെന്ന് SIക്ക് ബോധ്യപ്പെട്ടോ? മര്യാദയ്ക്കുള്ള സത്യം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാലോ, ഒരു ചെറിയ കേസല്ലത്. കുറച്ചു കാലം മോൻ അഴിയെണ്ണേണ്ടി വരും. സർ, എൻ്റെ അമ്മ പറഞ്ഞിട്ട് പോയത് സാർ കേട്ടതല്ലേ? പോലീസിന്റെ ലാത്തിയേക്കാൾ എനിക്ക് പേടി എൻ്റെ അമ്മയാ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറയുന്നത് സാർ ദയവ് ചെയ്ത് വിശ്വസിക്കണം. ഇന്നുവരെ ഒരു ക്രിമിനലും താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഏറ്റുപറഞ്ഞ ചരിത്രമില്ല. ഇക്കാര്യത്തിൽ ഞാൻ ഒരിക്കലും കളവ് പറയില്ല സാർ. കാരണം ഇങ്ങനൊരു കേസിൽ ഞാൻ പ്രതിയായാൽ എൻ്റെ അമ്മ പിന്നെ ഒരിക്കലും എൻ്റെ മുഖത്ത് നോക്കില്ല. അതെനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയായി പോവും. മറ്റെന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാ. പക്ഷെ എൻ്റെ അമ്മ എന്നെ വെറുത്ത അതെനിക്ക് താങ്ങാൻ പറ്റില്ല സാർ.
പ്ലീസ് ബിലീവ് മീ സർ. അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ അത് ഞാൻ ആദ്യം അറിയിക്കുന്നത് സാറിനെ തന്നെയായിരിക്കും. ശരി, തൽക്കാലം ഞാൻ നിന്നെ വിടുന്നു. പക്ഷേ എന്റെ അറിവോ സമ്മതമോ കൂടാതെ നീ ആ കോളനി വിട്ടു പോകരുത്. എപ്പോ വിളിപ്പിച്ചാലും സ്റ്റേഷനിലേക്ക് വന്നോണം. മുങ്ങാനെങ്ങാനും നോക്കിയാ പിന്നെ നിന്റെ കാര്യം പോക്കാം, കേട്ടല്ലോ? അങ്ങനെ എന്റെ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങോട്ട് മുങ്ങാനാണ് സാർ? എപ്പോ വേണമെങ്കിലും സാറ് വിളിപ്പിച്ചാൽ ഞാൻ വന്നോളാം. നോക്ക്, നാട് മുഴുവൻ അറിഞ്ഞു. ഇനി നിന്നെ കോളേജിനും കൂടി പുറത്താക്കി തികഞ്ഞു. പക്ഷെ അമ്മ, സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് തെളിയിക്കാൻ എന്താ ഒരു വഴി ദൈവമേ? അതിന് ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. കബീറിനെ പോലീസിന് പിടികിട്ടണം. നീ ഓനുമായിട്ട് ഒരു ബന്ധമില്ലാന്ന് ഓൻ തന്നെ പറയണം. അതിന് കബീറിനെ കുറിച്ച് ഒരു തുമ്പും പോലീസിനില്ല. അവരവനെ എങ്ങനെ പിടിക്കാനാ? നീ വിചാരിച്ച ഒരു കാര്യം ചെയ്യാൻ പറ്റും. ആ കബീർ എന്ന് പറയുന്നവനെ നീ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? ആ, ഒരു തവണ മതിയല്ലോ. എന്റെ പേഴ്സിലിരുന്ന ലാലേട്ടന്റെ ഫോട്ടോ ഒരു പ്രാവശ്യം മാത്രം കണ്ടിട്ട് ഭംഗിയായിട്ട് വരച്ചവനല്ലേ നീ? ഒരു പ്രാവശ്യം കണ്ട കബീറിന്റെ മുഖവും എനിക്ക് വരക്കാൻ പറ്റും. വരയ്ക്കേ അതുപോലെ ആ കബീറിനെ. പോലീസുകാർക്ക് ഓനെ കുറിച്ച് യാതൊരു അറിവുമില്ലാന്നല്ലേ ആ SI സാറ് പറഞ്ഞേ? അപ്പൊ ഓന്റെ ഒരു ചിത്രം വരച്ച് ഓർക്ക് കൊടുത്താ അത് പോലീസിനൊരു സഹായാവൂലേ? ചിലപ്പോ ഇന്റെ സത്യസന്ധത അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇന്റെ കഴിവ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. ഇരുന്ന് വരക്കട അങ്ങോട്ട്. ഇത് തന്നെയാണോ അവന്റെ മുഖം? അതെ സർ, എനിക്കുറപ്പാ. എന്റെ സാഗർ അത്ര നന്നായി വരക്കുന്നവനാ. ഓന് ഒരു മുഖം ഒരിക്കൽ കണ്ടാ മതി. ഇതാ ചോദ്യപേപ്പർ കേസിലെ കബീറിന്റെ മുഖമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. താനി ചിത്രം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒന്ന് ഫോർവേഡ് ചെയ്തേക്കാം. ശരി സാർ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും ഈ ചിത്രം വെച്ച് അവനെ തപ്പിയെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കണം. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാൻ സാഗറിനെ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്തു എന്നെല്ലാം പത്രത്തിൽ വന്ന ആ വാർത്ത കാരണം ഓന്റെ ഭാവി മാത്രല്ല നമ്മളെ എല്ലാവരുടെ ജീവിതവും ആകെ പ്രശ്നമായിട്ടാണ് സർ. ഓനെ കോളേജിൽ നിന്ന് TCയും കൊടുത്ത് വിടുവോന്ന് വരെ എനിക്ക് പേടിയുണ്ട്. ഈ കേസിൽ സാഗറിന് പങ്കില്ലാന്നൊരു വാർത്ത സാറിന് പത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ? അതിന് സാഗറിന് പങ്കില്ലെന്ന് തെളിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അതിനൊക്കെ അതിൻ്റെതായ ഒരു രീതിയുണ്ട്. നിങ്ങളുടെ മകന് ഈ കേസിൽ ഒരു പങ്കുമില്ലെന്ന് ആ കബീറിന്റെ വായി ഇന്ന് കേൾക്കണം. അവന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ സാഗറിനെ ഈ കേസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കൂ. അതിനുശേഷം വാർത്ത കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കാം. അതേ ഇപ്പൊ പറയാൻ കഴിയും. നമ്മളെല്ലാം വെറും സാധാരണ ഫാമിലിയിൽപ്പെട്ടവരാ സർ. നമ്മളെ പോലുള്ളവർക്കൊരു ചീത്തപ്പേരുണ്ടായ അത് മാറിക്കിട്ടാൻ വല്ലാത്ത പാടാ സർ. എനിക്കെന്റെ മോനെ വിശ്വാസ.
സാറിന്റെ ഡ്യൂട്ടി ചെയ്തോളൂ. സാറിന്റെ സംശയവും ഒരമ്മേന്റെ വിശ്വാസവും ഏത് ജയിക്കുന്നു നമുക്കൊന്ന് നോക്കാം. വരട്ടെ സാർ. രാവിലെ മുതലേ നല്ല വയറുവേദന ഉണ്ടായിരുന്നു. ഇപ്പൊ തീരെ സഹിക്കാൻ വയ്യഞ്ഞിട്ടാ ഹോസ്പിറ്റലിൽ പോകാൻ സമ്മതിച്ച്. ഞാൻ കൂടെ പോയിക്കോളാം മഞ്ജു, അല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. മഞ്ജു ഒന്ന് പിള്ളേർ നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ വേണ്ടേ മഹേഷ്? അപ്പുവിന്റെ ലൈഫിന്റെ കാര്യം ഇത്. ഇനിയെങ്കിലും നമ്മൾ സ്ട്രോങ് ആയൊരു തീരുമാനം എടുത്തേ പറ്റൂ. സാഗറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഒട്ടും നന്നായില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴും അതിന്റെ നെല്ലും പതിരും തിരിഞ്ഞിട്ടില്ലല്ലോ. അവൻ കുറ്റവാളിയാണെന്നോ അല്ലെന്നോ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു സ്ഥിരീകരണമില്ലല്ലോ. അതിലൊന്നും ഒരു കാര്യമില്ല മഹേഷ്. ഇത്രത്തോളം കൊണ്ട് തന്നെ വലിയ നാണക്കേടാ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപ്പോസൽ തീരെ ശരിയാവില്ലെന്ന് സന്ദീപേട്ടൻ അന്നേ പറഞ്ഞതാ. നമ്മളത് കേൾക്കണമായിരുന്നു. ഒന്നും രണ്ടും അല്ല, ഈ ബന്ധം നന്നാവില്ലാന്ന് തെളിയിക്കുന്ന 100 കാര്യങ്ങളുണ്ട്. എന്നിട്ടും അത് പോട്ടെന്ന് വെച്ചിട്ടാ അപ്പുവിന്റെ വാശിക്ക് നമ്മൾ നിന്നു കൊടുത്തത്. അപ്പു പറയുന്നത് പോലെ അതൊരു തെറ്റിദ്ധാരണയാണെങ്കിലോ യാമിനി? ഒരു തെറ്റിദ്ധാരണയില്ല. പത്രങ്ങളായ പത്രങ്ങളിലെ മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ട ആ ചെക്കന്റെ പേര് പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഒരു വാക്ക് പറയേണ്ടടുത്ത് 10,000 വാക്ക് പറയുന്നവരാ അവര്. ഈ വിഷയത്തില് കാര്യങ്ങൾ എന്തായെന്ന് വിശദീകരിക്കാൻ അവര് തയ്യാറായില്ലല്ലോ. എന്താ അതിനർത്ഥം മഹേഷ്? ആ ചെക്കൻ കുറ്റക്കാരനാണെന്ന് തന്നെയല്ലേ? അവനെ കേസിൽ നിന്ന് ഒഴിവാക്കി വിട്ടിരുന്നെങ്കിൽ സുധാമണി ഉറപ്പായും ആ വിവരം നമ്മളെ അറിയിച്ച് അവരുടെ ഭാഗം ന്യായീകരിച്ച് കൊട്ടിഘോഷിച്ചേനെ. ഒരു ക്രിമിനലിന്റെ വീട്ടിലേക്ക് എങ്ങനെയാ മഹേഷ് നമ്മുടെ മോളെ പറഞ്ഞയക്കുക? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കിതിന്ന് പിന്മാറണം. ഒരിക്കൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. അന്നത്തെ അപ്പുവിന്റെ പ്രതികരണം എന്തായിരുന്നുവെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. തക്ക സമയത്ത് അന്ന് തങ്കം കണ്ടുകൊണ്ട് മാത്രം നമ്മുടെ മോൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഇനിയും അവൾ അങ്ങനെയൊന്നും കാണിക്കില്ലെന്ന് നമുക്ക് എന്താ യാമിനി ഉറപ്പ്? ചാടിക്കേറിയൊരു തീരുമാനം എടുക്കലും അവരെ അറിയിക്കലും ഒന്നും ഇപ്പോൾ വേണ്ട. അതിനൊക്കെ മുമ്പ് അപ്പുവിനെ കൺവിൻസ് ചെയ്യിക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുള്ള വഴി ഞാൻ നോക്കിക്കോളാം. പക്ഷേ അതിലെനിക്ക് മഹേഷിന്റെ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് വേണം. ദയവ് ചെയ്ത് ഈ വിഷയത്തില് മഹേഷിന് 2 വള്ളത്തിൽ കാല് വെക്കരുത്. സുധേച്ചി ആശുപത്രിയിൽ നിന്ന് എപ്പോ വന്നു? മാധവമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ വേദന കുറവുണ്ട്. തൽക്കാലം ഓപ്പറേഷൻ വേണ്ടി വരില്ലെന്ന ഡോക്ടർ പറഞ്ഞേ. ചേച്ചി എന്തായി തപ്പുന്നേ? സ്കാനിങ്ങിന് കേറ്റുന്നതിന് തൊട്ട് മുന്നേ എന്റെ കയ്യും പിടിച്ചിട്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ എന്നോട് പറയാ ഭഗവത്ഗീതാന്ന്. സ്കാനിങ് കഴിഞ്ഞിപ്പോ റൂമിലോട്ട് കൊണ്ടുവന്ന് കാണും. അതിന്റെ ഇടയിലാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. ആ കിട്ടി. മാധവമ്മേനെ പോലെ ഇത്രയും ദൈവവിചാരമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല മഞ്ജു. എന്നിട്ടും ഭഗവാൻ ഇങ്ങനെ ഓരോ ദുഃഖങ്ങള് എന്തിനാന്നാവോ ഓർക്ക് കൊടുക്കുന്നത്? സുധേച്ചി പോലെ ഒരാള് സ്വന്തം മോളെ പോലെ ഇങ്ങനെ കൂടെ നിൽക്കാനുള്ളത് മാധവമ്മയുടെ ഭാഗ്യം തന്നെയാ. അല്ല മഞ്ജു, ഓറെപ്പോലെ ഒരാൾ ഈടെയുള്ളത് എന്റെ ഭാഗ്യാന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ ജീവിതത്തിൽ എന്റെ അമ്മേന്റെ സ്ഥാനത്താ മാധവമ്മ. ഓർക്കെന്തെങ്കിലും സംഭവിച്ച ഈശ്വരാ, എനിക്കത് ആലോചിക്കാനും കൂടി ആവൂല. എനിക്ക് എന്റെ സങ്കടങ്ങൾ പറയാനും കരയാനും ഒന്ന് തല ചായ്ക്കാനും ഓറല്ലാതെ. സുധേച്ചി ഇങ്ങനെ വിഷമിക്കാതെ. മാധവമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇതത്ര മാരകമായ രോഗമൊന്നും അല്ലല്ലോ. കിഡ്നി സ്റ്റോൺ അല്ലേ? കുറച്ച് വേദന ഉണ്ടാവുന്നേ ഉള്ളൂ, മാറിക്കോളും. മഞ്ജു, നീ ഒന്ന് വീട്ടിലേക്ക് ചെല്ലണേ. പിള്ളേരുടെ ഒറ്റക്കേ ഉള്ളൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
മതി, വിഷമിക്കണ്ട. ഭഗവാന് പ്രാർത്ഥിച്ചാൽ മതി, സങ്കടം പോവും. സങ്കടങ്ങളെല്ലാം ഭഗവാൻ മാറ്റിത്തരുമെന്ന് അവൻ പറയുന്നത്. ഭഗവാന് വലിയ ചെവിയുണ്ട്, എല്ലാം കേൾക്കും. ഗണപതി ഭഗവാന് ഇത്രയും വലിയ ചെവികളുള്ളത് നമ്മുടെയൊക്കെ ദുഃഖങ്ങൾ കേൾക്കാനാണെന്നാ പറയുന്നത്. എല്ലാം വെറുതെ പറയുന്നതാ. അങ്ങനെ നമ്മളെ വിഷമങ്ങൾ കേൾക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പാവം മാധുവമ്മേനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തൂലല്ലോ. അങ്ങനെ പറഞ്ഞോടാ, പ്രാർത്ഥിച്ചാൽ മതി, ഒക്കെ ഭഗവാൻ മാറ്റി തരും. ദൈവേ, ശങ്കു പറയുന്ന പോലെ ഭഗവാൻ എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ മാധവമ്മന്റെ വേദന എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കണേ. പിന്നെ എന്റെ സാഗർ, ഓൻ ആ കേസിൽ നിരപരാധിയാണെങ്കിൽ ഓനെ എത്രയും പെട്ടെന്ന് ആ ദുഷ്പേരിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ. ലോകത്ത് എത്രയോ ആൾക്കാര് ഒരേ സമയം ഭഗവാനെ വിളിച്ച് അവരുടെ സങ്കടങ്ങളും പരാതികളും വേദനകളും എല്ലാം പറയുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മളെ പ്രാർത്ഥനകളെല്ലാം പലപ്പോഴും ഭഗവാന്റെ ചെവിയിൽ എത്താതെ പോകുന്നത്, അല്ലേ? നിന്നെ സമ്മതിക്കണം, പത്രത്തിൽ ഇത്രയും വലിയ വാർത്ത അച്ചടിച്ചു വന്നിട്ട് അതിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ നോക്ക്. ഒന്നാമത് അപ്പയ്ക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ, പിന്നെ നീ കേസും കൂടെ വന്നാലേ പിന്നെ പറയാൻ വേണ്ട. ഞാൻ പറയുന്നല്ലോ, നീ കേൾക്കുന്നുണ്ടോ? നീ എന്ത് വരാന്താണ് കാണിക്കുന്നത്? വണ്ടി ഇപ്പൊ സ്കിട്ടായി രണ്ടുപേർ റോഡിൽ കിടന്നേനെ. ആ, ഇതിലും ഭേദം ഇതിനായിരുന്നു. പോലീസുകാർ ജീപ്പ് കയറ്റി കൊണ്ട് പോയിട്ടേ അകപ്പാടെ നാണക്കേടായി. ആർക്ക് നാണക്കേട്? നിനക്കോ? എന്തിന്? നീ സത്യം പറ, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടാണോ പോലീസുകാർ വന്ന് കൊണ്ടുപോയത്? എനിക്കത് മാത്രം അറിഞ്ഞാ മതി. എടി മണ്ടി, നിനക്ക് തന്നെ ഒന്ന് ആലോചിച്ച കാര്യം മനസ്സിലാവില്ലേ? അവരെന്നെ പിടിച്ചോണ്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്തോ? എന്റെ പേരിൽ കേസ് എടുത്തോ? എന്നെ ഇടിച്ചോ? പണിഷ് ചെയ്ത് ജയിലിൽ അടച്ചോ? ഇല്ലല്ലോ. ഇല്ല, എന്നാലും അവർക്ക് ഇപ്പോഴും സംശയമാണെന്നാണല്ലോ പത്രത്തിൽ കണ്ടത്. ഒടുവിലെങ്ങാനും നീ കുറ്റക്കാരനാണെന്ന് വന്നാ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് തീരും, നോക്കിക്കോ. ബന്ധോ? എന്ത് ബന്ധം? അതിന് നീ ഞാൻ തമ്മിൽ എന്ത് ബന്ധം ഉണ്ടെന്നാ? പറ, എന്ത് ബന്ധം? എടി എടി, നിന്റെ അപ്പന്റെ ഷർട്ടാ ഇതെങ്ങാനും കീറിയ ആ പാവം തേപ്പ് ചെക്കുന്റെ ഇസ്തിരിക്കട നിന്റെ അപ്പം പൂട്ടിക്കും. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്തവൻ, ദുഷ്ടൻ. ദുഷ്ടനാ? ഒരു കാര്യം ചെയ്യ്, വെറുതെ എന്റെ മോളങ്ങ് നടന്നോ, ചെല്ല്. എടാ, ഞാൻ അങ്ങനെ പറഞ്ഞ നിനക്ക് ഫീൽ ചെയ്തോ? പോട്ടെ, സോറി. ഇറങ്ങ്. കോളനിയുടെ ടേണിങ് എത്തി. നിന്റെ അപ്പൻ എങ്ങാനും നീ എന്റെ കൂടെ ബൈക്കിൽ ഇരിക്കുന്നത് കണ്ടാ പിന്നെ അത് മതി 5 ദിവസം അങ്ങയുടെ ഉറക്കം പോവാൻ. അതുകൊണ്ട് നീ നടന്നോ, ഇനി 1 മിനിറ്റ് നടക്കാനല്ലേ ഉള്ളൂ. എന്റെ പൊന്നുമോള് ചെല്ല്. ശരിയാ നീ പറഞ്ഞത്. അങ്ങനെ നിർത്തിക്കളയാൻ മാത്രം ഒരു ബന്ധവും നമുക്കിടയിൽ ഇല്ലല്ലോ. വെറും ഒരു കൂട്ടുകാരി മാത്രമല്ല ഞാൻ നിനക്ക്. ഇല്ലാത്ത ബന്ധം എങ്ങനെ അവസാനിപ്പിക്കാനാ, അല്ലേ? ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർമാര് പറഞ്ഞത്. പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ഈ താക്കോലെല്ലോട്ടിട്ട് എന്തോ ഒരു പരിപാടിയില്ലേ, കീ ഹോൾ സർജറി. അത് തന്നെ, അത് ചെയ്താ മതി പോലും. വേദന കുറഞ്ഞോ? ഇപ്പൊ നല്ല കുറവുണ്ട്. അതിനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട്. എത്ര ദിവസം ആശുപത്രി കഴിയേണ്ടി വരും? കുറച്ച് ദിവസം കിടക്കേണ്ടി വരും. പക്ഷെ നമ്മളെ മാധവമ്മ സുഖമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. എന്തായി സാഗറിന്റെ കാര്യം? പോലീസുകാർ കേസ് ചാർജ് ചെയ്തോ? എന്ത് കേസ് ചാർജ് ചെയ്യാൻ? ഓനെ ഒരു അന്വേഷണത്തിന് വേണ്ടി വിളിപ്പിച്ചതല്ലേ സൗമിനി. സാഗർ വരച്ചു കൊടുത്ത ചിത്രവും വെച്ചിട്ടാ ഇപ്പൊ പോലീസ് പ്രതിനെ പരതിക്കൊണ്ടിരിക്കുന്നത്.
സുധാമണി, അന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? ആ ഫംഗ്ഷൻ നടന്ന സമയത്തേ പറഞ്ഞതാ, വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെ സമയം നല്ല നേരമല്ലെന്ന്. ആര് കേൾക്കാനാ? അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കളിയാക്കാനല്ലേ താല്പര്യം. ഇപ്പൊ എന്തായി? അതിനിപ്പോ ഒരു കുഴപ്പമില്ല ശ്യാമളേച്ചി. ഓന്റെ പേരിൽ ഒരു കേസും ഉണ്ടാവില്ല. നിങ്ങൾ നോയിക്കോ.